ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇന്ന് ഉണ്ണിക്കുട്ടൻ്റെ ഡേറ്റാണ്. ഇന്ന് സെപ്റ്റംബർ 24 ഇന്നാണ് ഉണ്ണിക്കുട്ടൻ്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ ഡേറ്റാണ്, നാളല്ല, ഡേറ്റാണ്. അപ്പോൾ ഇന്ന് രാവിലെ തലേന്ന് തന്നെ കേക്കുകളെല്ലാം സെറ്റ് ചെയ്തു. അവൻ്റെ മാത്രമല്ല, ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കൊച്ചുങ്ങളുടെയും ബർത്ത്ഡേ ആണ്. അപ്പോൾ അവർക്കും കൂടി കേക്ക് വേണം. അപ്പോൾ അവരുടെ എല്ലാം കേക്കുകളെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇന്നൊരു മീൻകറിയുടെ റെസിപ്പി ഉണ്ട്. ഇത് ഞാൻ യൂട്യൂബ് നോക്കി ചെയ്യുന്ന ഒരു മീൻ കറിയാണ് കേട്ടോ. ആദ്യം നമ്മുടെ കുരുമുളക് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കണം. വേവിച്ചതിന് ശേഷം അത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി ഇത് ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിനുശേഷം സവാള, വെളുത്തുള്ളി, ഇഞ്ചി, നമ്മൾ അത്രയും സാധനങ്ങളും കൂടി ഇട്ട് നല്ലതുപോലെ എണ്ണയിലിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് തക്കാളിയും കൂടി അതിനകത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തേക്ക് ചേർത്ത് വെക്കുക. അതിനുശേഷം കുറച്ച് പുളിവെള്ളം ഒഴിക്കുന്നുണ്ട്. പുളിവെള്ളവും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. തിളച്ചതിന് ശേഷം ആ മീനെടുത്തിടുക, ഇട്ടിട്ട് മാറ്റുക. നല്ല അടിപൊളി മീൻ കറിയാണ് കേട്ടോ. ഞാനൊരു യൂട്യൂബിൽ കണ്ട് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. നല്ല മീൻ കറിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ടേസ്റ്റ് എന്ന് പറയുക കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് ഇച്ചിരി മുമ്പേ നിൽക്കുക, അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്, നല്ല രസമുണ്ട്. അപ്പോൾ മീൻ കറി സെറ്റാക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ ഞാൻ മീൻ വറുക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മീൻ വറുത്തതിന് ശേഷം കുറച്ച് മോരും കൂടി കാച്ചി വെക്കുന്നുണ്ട്. പിന്നുള്ള പാത്രങ്ങളെല്ലാം പെട്ടെന്ന് കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഉണ്ണിക്കുട്ടൻ എഴുന്നേറ്റ് രാവിലെ വിഷൊക്കെ ചെയ്തു. അപ്പോൾ രാവിലെ അവർ കുളിച്ച് റെഡിയാകുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടുത്തെ ജോലികളെല്ലാം തീർത്തു. ഏറ്റവും അവസാനം നമ്മുടെ മീനിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കറക്കി കൊണ്ടുവന്ന് നമ്മളിവിടെ വെച്ചു. അപ്പോൾ ഈ മീനിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ മീൻ കറിയാണ്. അതിനുശേഷം ഞാൻ പിന്നെ കുറച്ച് തേങ്ങയും കൂടിയൊക്കെ തിരുമ്മി അതിൻ്റെ കൂടെ തന്നെ ദോശയും പോയി. അങ്ങനെ വെള്ളച്ചമ്മന്തിയാണ് ഞാൻ അരച്ചത്. വെള്ളച്ചമ്മന്തിയും ദോശയും റെഡിയായി അവർക്ക് കഴിക്കാൻ കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് ബോക്സിലാക്കി എല്ലാം. അപ്പോൾ അതെല്ലാം ആക്കിയിട്ട് വന്നപ്പോഴത്തേക്കും അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നേരെ പോയി അവരുടെ ഉടുപ്പുകൾ ഒന്ന് തേക്കാനും അവരെ ഒന്ന് ഒരുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ പോയി അതെല്ലാം ചെയ്ത് അവരെ സ്കൂളിലേക്ക് വിട്ടു. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ബൈ.